ക്രിസ്മസ് എക്സാമിന് ഫുൾ എ പ്ലസ് നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യണം. ഈ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്നും, ഫോളോ ചെയ്യാൻ സാധ്യതയില്ലെങ്കിൽ നിങ്ങൾ നോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നാമതായിട്ട് ഐ വാണ്ട് ഫുൾ എ പ്ലസ് ഇൻ ക്രിസ്മസ് എക്സാം എന്ന് വലിയൊരു ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ കാണുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, അതൊന്ന് ഒട്ടിച്ച് വെക്കുക. ഒരു ക്ലീശയായുള്ള കുറച്ച് പഴയ പരിപാടിയാണ്, പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു പഠിക്കാൻ ഉണ്ടാക്കുന്ന ഒരു തോന്നൽ, ഒരു പോസിറ്റീവ് എനർജി, അത് ചെറുതല്ല, അത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം കാണുന്ന സ്ഥലത്ത് തന്നെ ഐ വാണ്ട് ഫുൾ എ പ്ലസ് ഇൻ ക്രിസ്മസ് എക്സാം എന്നുള്ള കാര്യം ഒട്ടിച്ച് വെക്കുക. എന്നും രാവിലെ എണീറ്റാൽ നിങ്ങൾ ആദ്യം കാണേണ്ട കാഴ്ച അതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 10 to 5:30 രാത്രി 10 മണിക്ക് ഉറങ്ങുകയും രാവിലെ 5:30 എണീക്കുകയും ചെയ്യാനുള്ള ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ഡെയിലി 7.5 hours സ്ലീപ്പ്, 7 മണിക്കൂർ ഉറക്കം എന്ന് നമുക്ക് വേണം. 10 to 5:30 എന്നുള്ള സമയം നിങ്ങൾ ഉറക്കത്തിനായിട്ട് ചൂസ് ചെയ്യുക. 10 മണിക്ക് ഉറങ്ങുകയും രാവിലെ 5:30 എണീക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനും നിങ്ങളുടെ ഓർമ്മശക്തി കൂട്ടാനും കുറേ കൂടി എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഡെയിലി 10 to 5:30 എന്നുള്ളൊരു റുട്ടീൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യും. മൂന്നാമതായിട്ട് നിങ്ങൾ രാവിലെയും രാത്രിയും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഒരു ചിന്ത നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. പഠിച്ചാൽ എനിക്ക് ക്രിസ്മസ് എക്സാമിന് മാർക്ക് കിട്ടും, ഞാൻ പഠിച്ചാലേ എനിക്ക് ക്രിസ്മസ് എക്സാമിന് മാർക്ക് കിട്ടും, ഞാൻ ടെക്സ്റ്റ് ബുക്കിലെയും നോട്ട് ബുക്കിലെയും ഓരോ ടോപ്പിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ എ പ്ലസ് കിട്ടൂ. ആ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും രാവിലെയും രാത്രിയും നിങ്ങൾ പഠിക്കാനായിട്ട് സമയം മാറ്റി വെക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയും രാവിലെ ട്യൂഷൻ ഉണ്ട്, മദ്രസ ഉണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുമെങ്കിലും അതിനനുസരിച്ചുള്ളൊരു സമയം രാവിലെയും അല്ലെങ്കിൽ വൈകിട്ടും രാത്രി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് സമയം മാറ്റി വെക്കുക. കുറച്ചധികം സമയം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുള്ളതുണ്ടാവും. അറിയാത്ത കാര്യങ്ങളും സംശയമുള്ള കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുകയും അത് നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുകയും വേണം. ഒരിക്കലും ഡൗട്ട് അല്ലെങ്കിൽ സംശയം, അറിയാത്ത കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് നിൽക്കരുത്. അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നോട്ട് ചെയ്യുകയും സ്കൂളിലേക്ക് എത്തുമ്പോൾ ടീച്ചേഴ്സിനോട് അത് ചോദിച്ച് ക്ലിയർ ചെയ്യുകയും വേണം. അപ്പോൾ പഠിക്കുന്നതിന് കൂടെ തന്നെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. പിന്നെ അഞ്ചാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസും ചെയ്യുക, ആക്റ്റീവ് റീകോളും ചെയ്യുക. ആക്റ്റീവ് റീകോൾ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്റ്റീവ് റീകോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാണാത്തിരിക്കുന്ന മെസ്സേജ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം കേട്ടോ. ആറാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ ദിവസവും ഈ 5 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. സാർ ഇന്ന് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം. കാരണം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് മറ്റൊരാളെ അറിയിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കും. അപ്പോൾ ആറാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ ദിവസവും ഈ 5 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ സാർ ഞാനിത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കുക. nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ ഇത് മറന്നു പോകാതിരിക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ 6 കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ എ പ്ലസ് കിട്ടും. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി.